ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നത് ഹോം റെമഡീസോ കാര്യങ്ങളോ ഒന്നും കൊണ്ടല്ല, ഹൈഡ്രാ ഫേഷ്യൽ. ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് എല്ലാവരും വിചാരിക്കുക, അല്ലേ? ആണ്, എക്സ്പെൻസീവ് ആണ്. പക്ഷേ എൻ്റെ ഹൈഡ്രാ ഫേഷ്യലിന് 150 റുപ്പീസേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. വീഡിയോയിലോട്ടോ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണണേ, കൂടെ ലൈക്കും കൂടി ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തത്, എൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു ഗൈസ്, അതെൻ്റെ ഇത് മിസ്സായിപ്പോയി. നമ്മൾ ഇതാട്ടോ എടുത്തേക്കുന്നത്, കണ്ടോ? ഇതിൻ്റെ ഒരു 6 സ്റ്റെപ്പ് ഫേഷ്യൽ കിറ്റാണുള്ളത്. അതിന് മീഷോയിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. 150 റുപ്പീസാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് പാർലറിലുള്ള അതേ കണക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഹോമിലുള്ള രീതിയിൽ ഹോം റെമഡീസ് അല്ല, കുറച്ചുകൂടി നല്ല രീതിക്ക് ചെയ്യാം. ഇത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിത് നൈറ്റാണ് ഷൂട്ട് ചെയ്യുന്നത്, എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസറാണ്. ഇതൊന്ന് പാക്കൊന്ന് പൊട്ടിക്കാം. ഓക്കെ, അത്യാവശ്യ സമയത്ത് മുറിച്ചുണ്ടാവില്ല ഗൈസ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇതിൽ ബാക്കിലുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ടിലുണ്ടാവും. ഫ്രണ്ടിലാട്ടോ ഇതിൽ കാണുന്നത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ഫേസിലൊന്ന് ക്ലെൻസ് ചെയ്യാം. ഫേസ് ക്ലെൻസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം കാണാവേ. അപ്പം നമ്മൾ ഹെയർ എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ക്ലെൻസ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആണ്. എൻ്റെ ഫേസിൽ മേക്കപ്പ് ഒന്നുമില്ല. മേക്കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും റിമൂവ് ചെയ്യണേ. നമ്മൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ ചെയ്യണേ, ഫേസിൽ മാത്രം ചെയ്യരുത്. കഴുത്തിലും കൂടെ എപ്പോഴായാലും ചെയ്യണം കേട്ടോ. ഫേസിൽ വേറെ കളർ, ഞാൻ എന്താ പറയുക, ഇതും വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തത്. ഒരു മൈൽഡായിട്ടുള്ള സ്മെല്ലാട്ടോ ഫേസ്. നിങ്ങളിത് ചെയ്യുകയാണ്, പ്രോഗ്രാം ഉണ്ടെങ്കിൽ 2 ദിവസം മുന്നേ ചെയ്തു കേട്ടോ. ഞാനിവിടെ തലേന്നാണ് ചെയ്യുന്ന കേസ്. ഒന്നാമത് ഞാൻ വെയിൽ കൊള്ളും. അപ്പം പിന്നെ നമ്മളിതിൽ കഴുകുന്നില്ല കേസ്. മൊത്തം വൈപ്പ് ഓഫ് ചെയ്ത് കളയാം കേട്ടോ. ആദ്യം ക്ലെൻസ് ചെയ്തൊന്ന് മുഖം വാഷ് ചെയ്തിട്ട് വരാവേ. ഫേസെല്ലാം കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തുടക്കട്ടെ കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബാണ് കേട്ടോ. സ്ക്രബ് ഓക്കെ. അതിൻ്റെ ഇതിന് ചിലപ്പോൾ റേറ്റ് കൂടാൻ മതി കേട്ടോ. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് പോയപ്പോൾ ദാരിദ്ര്യമായി ഗൈസ്. നമുക്ക് ഒറ്റ യൂസിനല്ല കേട്ടോ കേസുള്ളത്, ഒരാൾക്കും കൂടെ ഉള്ളതോ അല്ലെങ്കിൽ ഒറ്റ യൂസിനും കൂടെ ഉള്ള ഉണ്ട്. 2 യൂസിന് എന്തായാലും ഉണ്ട്. ക്ലെൻസിങ് അത്യാവശ്യമുണ്ട്. ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്തു ക്ലെൻസിങ്. അത് സ്ക്രബ് ചെയ്യും. ഈ ഒരു കളർ പണ്ടൊരു പേസ്റ്റിലായിരുന്നു കേസ്, ഇത് നീലയിൽ ചീപ്പ് വെള്ളയിലൊരു നീല ഡോട്ട് അത് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. പറഞ്ഞുതരാം, വെയിറ്റ്.
ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ കേട്ടോ. ഇതിലില്ലേ ഇൻസ്ട്രക്ഷൻസോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതോ ഒന്നുമില്ല കേട്ടോ ഗൈസ്. എല്ലാ ഫേഷ്യൽ കിറ്റും ഇങ്ങനെയാണ്, അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറഞ്ഞത്. നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് എന്ത് ചെയ്യാമെന്നറിയോ, വൈപ്പ് ഓഫ് ചെയ്യുക കേട്ടോ ചെയ്യാൻ. ഓക്കെ, ഈ പാക്കിൽ എന്താണെന്നറിയോ, നമ്മൾ കഴുകുന്നതില്ല കേട്ടോ, ഒക്കെ നമ്മൾ തുടച്ചെടുക്കുക ചെയ്യുന്നത്. നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ക്രബിങ് ചെയ്ത് കഴിഞ്ഞു. സ്ക്രബിങ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് എന്ന് നോക്കട്ടെ കേട്ടോ. മസാജ് ക്രീം. ഓക്കെ, ഇത് മസാജ് ഒരു 50 മിനിറ്റ്സ് മസാജ് ചെയ്യണം എന്നാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, മസാജ് ക്രീം അപ്ലൈ ചെയ്യാം. ഇതാണ് 50 മിനിറ്റ്സ് മസാജ് ചെയ്യേണ്ടത് കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് പറ്റുന്നു അത്രത്തോളം നിങ്ങൾ മസാജ് ചെയ്ത് കേട്ടോ. നല്ല ഇത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടോ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്താ ഇതിൻ്റെ റിസൾട്ട് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളെപ്പോലെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, എനിക്കിതിനെപ്പറ്റി വലിയ വശമൊന്നുമില്ല, പക്ഷെ എന്നാലും മസാജ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഇത് ഒരുവിധം ഞാനൊരു 5 മിനിറ്റ്, ഒരു 6-7 മിനിറ്റ് ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട്. അത്രയും എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 15 മിനിറ്റ് ഒന്നും മസാജ് ചെയ്യാൻ പറ്റുന്നവരുണ്ടോ കേട്ടോ. നമ്മളിപ്പോൾ പാർലറിലൊക്കെ പോവുകയാണെങ്കിൽ അവർ ചെയ്തു തരുമായിരിക്കും. ഓക്കെ, അതാണ് പാർലറും നമ്മൾ വീട്ടിൽ ചെയ്യുന്നതായിട്ട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്കത് വേറെ ആരെയും ചെയ്തു തരാൻ ഒരു 15 മിനിറ്റ് മസാജ് ചെയ്യുമ്പോൾ പറയും കേട്ടോ. ഞാനത് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു 7 മിനിറ്റ് മസാജ് ചെയ്താൽ മതി.
എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തുടച്ച് കളയാം. ഇത് കഴുകാത്തതെന്താണെന്ന് വെച്ചാൽ കഴുകുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് തുടയ്ക്കുന്ന കേട്ടോ, അതുകൊണ്ടാണ് തുടയ്ക്കുന്നത്. സജ് ക്രീം പരട്ടിയപ്പോൾ തന്നെ കുറച്ച് മാറ്റം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്ക് തോന്നി കേട്ടോ. നല്ലോണം ഞാൻ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു, നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് മോയ്സ്ചറൈസറാണ്, ജെൽ മോയ്സ്ചറൈസറാട്ടോ. അത് പൊട്ടിച്ചിട്ട് കാണിച്ചിട്ട് നമ്മൾ പൊട്ടിച്ചു. ഒരു ജെൽ ടൈപ്പ് തന്നെ കേട്ടോ, ഒരു വാട്ടറിൻ്റെ ഒരു കളറ് മോയ്സ്ചറൈസർ, ജെൽ മോയ്സ്ചറൈസർ. നന്നായിട്ട് മസാജ് കൊടുക്കണേ. ഓക്കെ, കാര്യമായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാട്ടോ. ഇത് പക്ഷെ ഒരുപാട് ഇട്ട് ഉരയ്ക്കരുത്, സോഫ്റ്റിൽ ചെയ്യണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സ്പീഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ സോഫ്റ്റായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യും, മസാജ് കൊടുക്കാം. ഇതൊക്കെ ഒരു മൈൽഡായിട്ടുള്ള സ്മെല്ലാട്ടോ, സ്മെല്ലും നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ്. ഇനി അടുത്തതാണ് ഗൈസ് നമ്മുടെ ക്ലേ. ഞാൻ വെയിറ്റിങ്ങാണ്. ഈ ക്ലേ ഒക്കെ ഇട്ടിട്ട് നമ്മൾ റീലിൽ മാത്രമല്ലേ കാണത്തുള്ളൂ. അങ്ങനെ ചെയ്തിട്ട് ഞാനിതുവരെ ഹൈഡ്രാ ഫേഷ്യലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പാർലർ പോയിട്ട് ഞാനങ്ങനെ ഫേഷ്യലൊന്നും ചെയ്തിട്ടില്ല. ആകെ എന്താ പറയുക, 1-2 തവണയും കണ്ട് ചെയ്തു. പക്ഷെ അത് നോർമൽ ഫ്രൂട്ട്സിൻ്റെ ഫേഷ്യൽ ഒക്കെ ചെയ്തു, അല്ലാതെ ഹൈഡ്രാ ഫേഷ്യലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ഗ്ലോ ഒക്കെ വരുന്ന മോയ്സ്ചറൈസറാണ് തോന്നുന്നത്. എൻ്റെ സ്കിൻ എക്സ്ട്രാ ഓയിലിയാണ്, ഭയങ്കരമായിട്ട് ഓയിലിയാണ്. അപ്പോൾ പണി കിട്ടുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ചെയ്യുന്നതിന് മുന്നേ വരെ. ചെയ്ത് കഴിഞ്ഞിട്ട് വല്ല റിസൾട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യും, പൊടി ഒരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഇടാം. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. വരുന്നില്ല ഗൈസ്, നമ്മൾ കട്ട് ചെയ്യട്ടെ. സോറി ഗൈസ്, എന്തെന്നറിയോ, ഞാൻ കുറച്ചങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഓണാക്കാത്ത വിവരം അറിയുന്നത് കേട്ടോ. എന്തോ മിസ്റ്റേക്ക് ആട്ടോ. ഇത് ക്ലേ മാസ്ക് തന്നെയാണ്, അതിൽ മിക്സ് ചെയ്തിട്ടോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനത് വിട്ടുപോയതുകൊണ്ടാണ് കേട്ടോ ഒന്നും കൂടെ പറയുന്നത്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ക്ലേ മാസ്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കട്ടിക്ക് അപ്ലൈ ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഒരു യൂസിനും കൂടെ ഉള്ളതുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഉണങ്ങണം, അതുവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ലോക്ക് സിറം ഇടാനുണ്ട്. ഇവിടെ നിന്നോട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് പീൽ ഓഫ് ചെയ്യണ്ടേ. ലാസ്റ്റത്തെ ഈ ഒരു പാക്കും കൂടെ ചെയ്യാനുള്ളൂ കേട്ടോ. കഴിഞ്ഞു, ഇത് ഉണങ്ങട്ടെ കേട്ടോ. നമുക്കിതിങ്ങനെ വീഡിയോസിൽ കാണുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് കളയാം. അത് പാർലറിലുള്ളത് മാത്രമായിരിക്കും അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളത് നോർമലാണ്, പീൽ ഓഫ് ചെയ്യാൻ കഴിയില്ല കേട്ടോ.
ചിലപ്പം കുറച്ചുകൂടെ റേറ്റുള്ളതാകുമ്പോൾ പറ്റുമായിരിക്കും. ഇതിന് പീൽ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിത് തുടച്ച് മൊത്തം എടുക്കാം കേട്ടോ. ഇതാണ് കേസ് അവസ്ഥ. നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ടാൻ അടിച്ച് നിന്നായിരുന്നു, ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു ലോ ക്രീമും കൂടി തേക്കാനുണ്ട്. ഓക്കെ, ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ. ഇതോടെ ചെയ്യാം. നാഗസാരി സ്കിന്ന് കളറൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ തീയിലൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമല്ലേ അതിങ്ങനെ എടുക്കുമ്പോൾ. നല്ലതല്ലേ? എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. നടന്നില്ല, സാരമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. നല്ലൊരു ഫേഷ്യലാണ്. പിന്നെ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ അതേ എഫക്റ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാർലർ പോയി തന്നെ ചെയ്യണം. നമ്മൾ വീട്ടിലിരുന്ന് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഫേഷ്യലിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ക്ലേ മാസ്ക് ഇട്ടതിന് ശേഷം പീൽ ഓഫ് ചെയ്ത് അത് ആ ഒരു രീതിക്ക് ചെയ്താൽ അതിനുള്ള ഒരു എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇത് എഫക്റ്റ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. സോ അതൊരു ഫേഷ്യൽ ചെയ്തൊരു എഫക്റ്റ് ഉണ്ട്. ഇനി നാളെ എന്താണെന്ന് അറിയത്തില്ല. നാളെ കുറച്ചുകൂടി എക്സ്ട്രാ സൺ ടാൻ അതുപോലത്തെ ഒരു ഗ്ലോ ഒക്കെ വെച്ചിട്ടുണ്ട്. സൺ ടാനൊക്കെ പോയി ഒരു ഗ്ലോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഒന്ന് വൈറ്റനിങ് ആയിട്ടുണ്ട്. അല്ല, ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നല്ലൊരു പാക്കാണ്, നല്ലൊരു ഫേഷ്യൽ കിറ്റാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യാം. അപ്പം ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല കേട്ടോ. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നൊരു ഫങ്ഷൻ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അപ്പം നിങ്ങളും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഓക്കെ, നല്ലതാണ്, നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നും. നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ ഒരു ഫേഷ്യലാണ് ചെയ്യുന്നത് ഉദ്ദേശിച്ചെങ്കിൽ ഇത് ചെയ്തു, ഒരു കുഴപ്പമില്ല. ഹൈഡ്രാ ഫേഷ്യലിൻ്റെ അതേ എഫക്റ്റ് കാണത്തില്ല, ഒരു ഉണ്ടാവില്ല. ഹൈഡ്രാ ഫേഷ്യൽ ഞാൻ ചെയ്തിട്ടില്ല, അപ്പോൾ അതിനും ഇതേ ഒരു എഫക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫേഷ്യൽ വൈസ് നല്ല എഫക്റ്റുള്ള നല്ലൊരു ഫേഷ്യലാണ്. അപ്പം ഇനി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നാളെ ഓയിലോ സോപ്പോ ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല 2 ദിവസം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, കടലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം, അല്ലാതെ വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം വീണ്ടും അടുത്തൊരു നല്ല സ്കിൻ കെയറോ ഹെയർ കെയറോ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.